നമുക്ക് 8-ാമത്തെ ആയത്ത് ഒന്നുകൂടി ഓതി നോക്കാം. 8 മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق. മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് മയുജാദിലു ഫില്ലാ, അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നവരുണ്ട്. മുജാദലത്ത്, അല്ലാഹുവിന്റെ വിഷയത്തിൽ അള്ളാന്റെ പേരും പറഞ്ഞുകൊണ്ട് തർക്കിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട്. ആ തർക്കിക്കുന്നവർക്ക് ബിഗൈരി ഇൽമിൻ, ഒരു ഇൽമില്ലാതെയാണ് തർക്കിക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചത്. സത്യം കണ്ടെത്താനുള്ള ഇൽമിയായ ശേഷി നമുക്കുണ്ടാവണം. അറിഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് ജനങ്ങളോട് സംവദിക്കണം. അറിവില്ലാതെ ജനങ്ങളോട് അള്ളാന്റെ പേരും പറഞ്ഞ് വെറുതെ പരലോകല്ല, സ്വർഗല്ല, ഖിയാമത്ത് എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ച് നടക്കുന്നത്. വലാ ഹുദൻ, ഒരു സന്മാർഗ വഴിയും അവന്റെ കയ്യിലില്ല. വലാ കിതാബിൻ മുനീർ, ഒരു പ്രകാശപൂരിതമായ വേദഗ്രന്ഥവുമില്ല, ഒരു പ്രമാണവുമില്ല, ഒരു സന്മാർഗ വഴികളുമില്ല, ഒരു ഇൽമുമില്ലാതെ അള്ളാന്റെ പേര് പറഞ്ഞ് തർക്കിച്ച് നടക്കുന്നവർ മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ട്. അവരെ പ്രശംസിക്കുകയല്ല ചെയ്തത്, അവരെ പ്രശംസിക്കുക, അവരെ മദ്ഹ് പറയുകയാണോ ചെയ്തത്? അല്ല. അവൻ അവന്റെ ചുമൽ ഭാഗം തിരിച്ചു കളഞ്ഞവനായിക്കൊണ്ട് നിനക്ക് കാണാം. ഈ ഇൽമില്ലാത്ത ഈ മനുഷ്യനോട് പറഞ്ഞു കൊടുത്താൽ തിരിഞ്ഞു നടക്കുന്നത് നിനക്ക് കാണാം. ലിയുദില്ല, അവൻ വഴി പിഴപ്പിക്കുവാനായിട്ട് തിരിയാണ്. അൻ സബീലില്ല, ജനങ്ങളെ അള്ളാന്റെ മാർഗത്ത് നിന്ന് തെറ്റിക്കാനാണ് ഇവൻ ശ്രമിക്കുന്നത്. ലഹു, അവനുണ്ട് ഫിദ്ദുനിയാ, ദുനിയാവിൽ തന്നെ ഖിസ്യുൻ. ഖിസി പഠിച്ചത് നിന്യത, അപമാനം എന്നാണ്. ഇൻസൾട്ട് ചെയ്യാന്നൊക്കെ പറയില്ല. ദുനിയാവില് തന്നെ ആ മനുഷ്യന് അപമാനം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. വനുദീഖുഹു, അതിനു പുറമെ നാം അവനെ ആസ്വദിപ്പിക്കും. വനുദീഖുഹു, നാം അവനെ ആസ്വദിപ്പിക്കും. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അദാബൽ ഹരീഖ്, ചുട്ടരിക്കുന്ന ശിക്ഷ. ഹരീഖ്, ചൂടേറ്റുകൊണ്ട് കരിക്കട്ടയാകുന്ന അവസ്ഥയാണ് ഹരീഖ്. അദാബൽ ഹരീഖ്, ചുട്ടരിക്കുന്ന ശിക്ഷ ഇവർക്ക് കാത്തിരിക്കാണ്. ദുനിയാവിൽ അപമാനാണ്, പരലോകത്ത് നിന്യതയാണ്. അതുകൊണ്ട് ഇത് നമുക്കുണ്ടാകാൻ പാടില്ല. ഈ ഒരു നിന്യത നമുക്ക് വരാൻ പാടില്ല. അപമാനിക്കപ്പെടുന്ന അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. ഇവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാനുള്ള കാരണം എന്താ? ذَلِكَ بِمَا قَدَّمَتْ يَدَاكَ وَأَنَّ اللَّهَ لَيْسَ بِظَلَّامٍ لِلْعَبِيدِ. ذَلِكَ بِمَا قَدَّمَتْ يَدَاكَ وَأَنَّ اللَّهَ لَيْسَ بِظَلَّامٍ. ذلك بما قدمت يداك وأن الله ليس بظلام للعبيد. ومن الناس من يعبد الله على حرف ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به خير اطمأن به
وإن أصابته فتنة انقلب على وجهه فتنة انقلب على وجهه فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين ذلك هو الخسران المبين ذلك بما قدمت يداك وأن الله ليس بظلام للعبيد وأن الله ليس بظلام للعبيد ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. ഈ ആയത്തിൽ നമുക്ക് ഒരു തജ്വീദ് പഠിക്കാനുണ്ട്. ആദ്യത്തെ ആയത്തിൽ ദാലിക ബിമാ ഖദ്ദമത് യദാക, ഖദ്ദമത് ആ താക്ക് സുക്കൂനിട്ട് വന്നാൽ ഖദ്ദമത്ത് എന്ന് പറയേണ്ടതില്ല, അത് കൽക്കലയുടെ അക്ഷരത്തിൽ പെടാത്തതല്ലേ. ഖദ്ദമത് യദാക വഅന്നല്ലാഹ ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്. വല്ലാമിൻ തൻവീനാണ്, പിന്നെ ലാം വരുന്നുണ്ട്. വല്ലാമിൻ ലിൽ എന്ന് പറയാതെ വല്ലാമിൻ ലിൽ അബീദ്, ലാമിലേക്ക് പെട്ടെന്ന് ചേർക്കും നമ്മൾ. ബിളല്ലാമിൻ ലിൽ അബീദ് ഒതിക്കാം. ദാലിക ബിമാ അടുത്ത ആയത്തിൽ വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ് ഫഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന എന്നാണ്. ആണോ? ഖൈറുൻ ഇത്മഅന്ന എന്നാണ്. ഇങ്ങനത്തെ ഘട്ടത്തിൽ തൻവീന് വന്ന് പിന്നെ ഇതുപോലുള്ള ഹംസ് വന്ന് പിന്നെ അടുത്ത അക്ഷരം സുക്കൂന് വരുന്ന രൂപത്തിലുള്ള പ്രയോഗം വന്നാൽ ഈ തൻവീനിനെ ഖൈറുൻ എന്ന് ഉച്ചരിക്കുന്നതിന് പകരം ഖൈറുനി, ഖൈറുനി അല്ലെങ്കിൽ ആ തൻവീനെ നാ ആക്കിയിട്ട് ഖൈറുനി തുമഅന്ന, ഖൈറുൻ എന്ന തൻവീൻ ഉച്ചരിക്കാൻ പറ്റൂല. ഖൈറുനി തുമഅന്ന ബി. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈൻ അസ്വാബതുഹു ഫിത്നത്തുൻ, അല്ലേ? അതേപോലെ തന്നെ അല്ലേ ഫിത്നത്തുൻ. പിന്നെന്താ? ഇൻഖലബ അലാ വജ്ഹി, അവിടെ തൻവീൻ വന്നു, പിന്നെ അലിഫ് വന്നു, പിന്നെയും സുക്കൂന് വന്നു.
കലബ. അവിടെ എങ്ങനെ ഉദാ? അല്ല, കലബ. നമ്മള് ചിലതൊക്കെ അങ്ങനെ കുറെ കാലങ്ങളായിട്ട് അങ്ങനെ പോന്നിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ പഠിക്കുമ്പോഴാണല്ലോ നമ്മൾ അതൊക്കെ തിരുത്തലും അറിയലൊക്കെ ഉണ്ടാവും. അപ്പൊ ഇല്ലാതെ തെറ്റിക്കാതെ ഒന്നും ചോദിക്കാമോ? മിനന്നാസ് എന്നുള്ള ആയത്ത്, മിനന്നാസ് وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. ذلك അത് നേരത്തെ പറഞ്ഞ അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്, കത്തിജ്വലിക്കുന്ന നരകമുണ്ട്, ഖിയാമത്ത് നാളിൽ ചുട്ടരിക്കുന്ന ശിക്ഷ ഉണ്ട്. അതൊക്കെ അവർക്ക് കൊടുക്കാനുള്ള ദാലിക, അത് ആ കാരണം, അതിന്റെ കാരണം ബിമാ ഖദ്ദമത് അവര് മുമ്പ് കൂട്ടി ചെയ്തു വെച്ചതുകൊണ്ടാണ്. യഥാക്ക നിന്റെ രണ്ട് കൈകൊണ്ട്. അപ്പൊ നിങ്ങള് കൈകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനമായിക്കൊണ്ട് നിങ്ങൾ ചെയ്തു വെച്ചതിനുള്ള ശിക്ഷയാണ്, നിങ്ങൾ ചെയ്യാത്തതിനല്ല. വഅന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലൈസ അവനല്ല ബിളല്ലാം ഒട്ടും അക്രമ ളുൽമ കാണിക്കാത്തവൻ. ലൈസ ബിളല്ലാം അല്ലാഹു ഒട്ടും അക്രമം കാണിക്കുന്നവനല്ല, അല്ലാഹു ഒട്ടും അനീതി കാണിക്കുന്നവനല്ല. ലിൽ അബീദ് തന്റെ അടിമകളോട്, അടിയാന്മാരോട്. അതുകൊണ്ട് അവൻ ആ ശിക്ഷക്ക് അർഹനാണ്. കാരണം അവൻ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത്രയുണ്ട്, അവൻ ചെയ്തു വെച്ചതിന്റെ ഭാഗമാണ് ലഭിക്കുന്നത്. ഇതേപോലത്തെ ആയത്ത് സൂറത്തു ആലി ഇംറാനിന്റെ 182 ഇതേപോലെ പ്രയോഗം കാണും. ദാലിക ബിമാ ഖദ്ദമത് ഐദീകും. അവിടെ നിങ്ങളുടെ കൈ കൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ്. വഅന്നല്ലാഹ ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്. സമാന പ്രയോഗം തന്നെ വന്നിരിക്കുന്നുണ്ട്. സൂറത്തു അൻഫാലിലെ 51 ഇതുപോലെ പ്രയോഗമുണ്ട്. ദാലിക ബിമാ ഖദ്ദമത് ഐദീകും വഅന്നല്ലാഹ ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്. അല്ലാഹു ഒരാളോടും ഒരു തരിമ്പും അനീതി കാണിക്കുന്നില്ല. അവൻ ഒരാളോടും ഒരടിമയോടും ളുൽമ പ്രവർത്തിക്കുന്നവനല്ല, ചെയ്തതിന് മാത്രമാണ് അവൻ ശിക്ഷിക്കുന്നത് എന്നർത്ഥം. ഖദ്ദമത് എന്ന പ്രയോഗം മുൻകൂട്ടി ചെയ്തു കൂട്ടുക എന്നുള്ളതാണ്. നമ്മളോടൊക്കെ പറഞ്ഞിട്ടില്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് എന്ത് ചെയ്തു കൂട്ടിയെന്ന് എല്ലാവരും ശ്രദ്ധിച്ചോളൂ, നോക്കിക്കോളൂ. ഇന്നാ അൻദർനാകും അദാബൻ ഖരീബൻ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ. നാളെ ഓരോരുത്തരും എന്താ ചെയ്തു കൂട്ടിയത് എന്നുള്ളത് കാണിക്കപ്പെടുന്ന ദിവസം വരാനുണ്ട്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. സൂറത്തിലായി ഫജ്ർ വൽ ഫജ്ർ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്. അപ്പോ മനുഷ്യൻ താൻ എന്ത് മുൻകൂട്ടി ചെയ്തു വെച്ചു അവനിങ്ങനെ വിലപിച്ചു പറയും, ഞാൻ മുൻകൂട്ടി ഒന്നും ചെയ്തു വെച്ചില്ലല്ലോ എന്ന് വിലപിക്കുന്ന അവസ്ഥ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു തആല ഇനി അടുത്തൊരു സംഘത്തിനെ കുറിച്ച് പറയാണ്. വമിനന്നാസ്, നേരത്തെ വമിനന്നാസി മൻ യുജാദിലു, അള്ളാന്റെ പേരിൽ തർക്കിക്കുന്നവരുണ്ട്. ഇനി അടുത്തത് വമിനന്നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വേറെ ചില ആൾക്കാരുണ്ട്. മൻ യഅ്ബുദുല്ലാഹ്, മൻ ഒരുത്തർ. അവരുടെ പ്രത്യേകത എന്താ? യഅ്ബുദുല്ലാഹ്, അവർ അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണ്. അല്ലാഹനെ ആരാധിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം? അലാ ഹർഫിൻ,
ഒരു ഹർഫുമേലാണ്, നമ്മൾ പറയും ഞാണിന്മേലാണ് എന്നൊക്കെ പറയും. ഒരു തെല്ലത്ത്, ഒരു അറ്റത്ത്, ഒരു ചെറിയ അറ്റത്തായിക്കൊണ്ടാണ് അവര് അള്ളാഹനെ ആരാധിക്കുന്നത്. ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടും, ഉറപ്പില്ല. അവർ ഒരു അറ്റത്ത് നിന്നുകൊണ്ട് അള്ളാഹനെ ആരാധിക്കുന്നവരാണ്. അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാ. അവര് അള്ളാഹിന്റെ മാർഗത്തിൽ ആരാധിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അവർക്ക് നല്ല ഖൈർ ബാധിച്ചാൽ ഈ ആരാധനയിലും ഈ മതത്തിലും അവർ സമാധാനമടയും, തൃപ്തരാകും. അപ്പൊ കുഴപ്പമില്ല. അപ്പോ നല്ല ഹൈറായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പോയാൽ അവൻ നല്ല ഹൈറായി അവൻ അടങ്ങി ഒതുങ്ങി അവിടെ തന്നെ ആരാധിച്ചു പോകും. ഇനി വല്ല പ്രയാസവും പരീക്ഷണവും കുഴപ്പവും അവന്റെ ജീവിതത്തിൽ ബാധിച്ചാൽ, അള്ളാഹനൊക്കെ ആരാധിച്ച് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പോകരുത്, അതിനിടയിൽ വല്ല ഫിത്നയും പരീക്ഷണവും കുഴപ്പങ്ങളും അവനെ ബാധിച്ചാൽ അപ്പോൾ അവൻ അവതാളത്തിലാകും, അവൻ മറിഞ്ഞു പോകും. അലാ വജിഹി, തന്റെ മുഖത്തിന്മേൽ. അപ്പൊ താൻ മുഖം കുത്തി മാറുന്നാണ്, അവൻ ഈ ആരാധനക്ക് നിർത്തി ഒഴിവാക്കി പോകുന്നാണ്. ഈ ദീന് സ്വീകരിച്ചുകൊണ്ട് ഞാൻ ആകെ ഒരുപാട് പരീക്ഷണത്തിലാണ്, ആകെ അടങ്ങറിലാണ്, ഞാൻ കുടുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഇവൻ ദീൻ ഒഴിവാക്കും. എന്താ അള്ളാഹ് പറഞ്ഞത്? ഖസിറ ദുനിയ, പരീക്ഷണം പോകുന്നില്ല, ദുനിയാവും നഷ്ടപ്പെട്ടു, വല്ലാഖിറ, പരലോകം നഷ്ടപ്പെട്ടു. അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട് നമ്മളെ നാട്ടില്. ദുനിയാവും കിട്ടൂല, ആഖിറും കിട്ടൂല. ദുനിയാവിലെ ഈ സകല പരീക്ഷണങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹുവിനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിനൊക്കെ അയാൾക്ക് കൂലിയാ കിട്ടുക. പക്ഷേ അവർക്ക് അള്ളാഹുവിലും പടച്ചറബിലുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഈ പരീക്ഷണം ഒക്കെ സഹിക്കും വേണം, നാളെ പരലോകത്തിൽ അവർ നഷ്ടക്കാരായി മാറുകയാണ്. ദുനിയാവിലും നഷ്ടക്കാരാണ്, പരലോകത്തിലും നഷ്ടക്കാരാണ്. അതാണ് ഹുവ, അതുതന്നെയാണ് അൽ ഖുസ്റാനുൽ മുബീൻ, വ്യക്തമായ നാശം, വ്യക്തമായ നഷ്ടം. ദുനിയാവും ആഖിറവും ഒരുമിച്ച് നഷ്ടപ്പെടുക എന്നതാണ് വ്യക്തമായ നഷ്ടം എന്നാ സൂചിപ്പിച്ചത്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അറിവില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിടത്ത് അവർ മുൻകൂട്ടി പ്രവർത്തിച്ചതിൻ്റെതാണ് അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണ്, നിങ്ങൾ ചെയ്തതിനുള്ളതാന്ന് പറയുന്നത് പോലും തഖ്രീഅൻ വ തൗബീഹൻ, അവർക്കുള്ള അപമാനവും നിന്ദ്യതയുമാണ്. വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ എന്ന് പറഞ്ഞാൽ വമിനൻ നാസി യഅ്ബുദുല്ലാഹ അലാ ശക്കിൻ എന്നാണ് അർത്ഥം. സംശയിച്ച് ഇങ്ങനെ നിൽക്കുക, ഇത് ശരിയാണോ ശരിയല്ലേ, ഇസ്ലാം തന്നെയാണോ നല്ലത്, ഇസ്ലാം അല്ല, ഇങ്ങനെ ആടി ഉലഞ്ഞ് ജീവിക്കുന്നവരായിരിക്കും. അപ്പൊ നല്ല അങ്ങനെ കുഴപ്പമില്ലാതെ പോവുകയാണെങ്കിൽ അവൻ ഇസ്ലാമിന് നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. ഇതിനിടയ്ക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ വന്നാൽ അപ്പോൾ അവൻ പതുക്കെ മറ്റൊരു മാർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇത് നമുക്ക് പല രംഗത്തും കാണാം. തൗഹീദിന്റെ രംഗത്തുണ്ട്, മതരംഗത്തുണ്ട്, ഒക്കെ നമ്മൾ ഇങ്ങനത്തെ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു അറ്റത്ത് നിന്നിട്ട് അല്ലാഹനെ ആരാധിക്കും. ഇഷ്ടപ്പെട്ടതൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകും. ഇല്ല, അവന് ഇതുകൊണ്ട് ഞാൻ കുടുങ്ങാണ് എന്ന് തോന്നിയാൽ പതുക്കെ ഇട്ടെറിഞ്ഞ് ദീനിട്ടെറിഞ്ഞു പോകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, മദീനയിലൊക്കെ ഇങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ, ഇതില്ലെങ്കിൽ മദീനയിൽ ദീന് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ പല പ്രത്യാഘാതങ്ങൾ വന്നപ്പോൾ പതുക്കെ തിരിച്ചു നടന്ന ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് ഈ ആയത്തിന്റെ പ്രയോഗം എന്നൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ കൗല് കാണാൻ സാധിക്കും നമുക്ക്. അതുപോലെ തന്നെ ഈ ഫിത്നകൾ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബലാ, പരീക്ഷണങ്ങളാണ്. അവ തരുന്ന രോഗങ്ങള്, വൈകല്യങ്ങള്, സാമ്പത്തിക നഷ്ടങ്ങള്, കുടുംബത്തിന്റെ പ്രതിസന്ധികള്, ഇങ്ങനെ പല ഫിത്നകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇത് ഇട്ടെറിഞ്ഞു പോവുക എന്നുള്ളത് ഈമാനല്ല, അവൻ നഷ്ടക്കാരാണ്. വകാന അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലം റഹിമഹുല്ലാഹ് വഹുവൽ മുനാഫിഖ്, ഒരു തരം കാപട്യമുള്ള ആൾക്കാരുടെ സ്വഭാവമാണ്.
ഇൻ സ്വലഹത്ത് ലഹു ദുനിയാഹു അഖാമ അലൽ ഇബാദ, ദുനിയാവ് ഇങ്ങനെ നന്നായി പോകുകയാണെങ്കിൽ നല്ല ഇബാദത്ത് എടുക്കും. വൈൻ ഫസദത്ത് അലൈഹി ദുനിയ, ദുനിയാവിൽ ഇങ്ങനെ കൂടെ ഇങ്ങനെ മുസ്ലിങ്ങളെ കൂടെ ജീവിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും വിഷമം ഫുള്ള് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയി മാറിയപ്പോൾ വതഗയ്യറത്, അവിടുന്ന് മാറിക്കളഞ്ഞവർ ഇൻഖലബ ഫലാ യുഖീമു അലൽ ഇബാദതി, അവൻ ആരാധനയിൽ ഉറച്ചു നിൽക്കാത്തവർക്കുള്ള താക്കീതാണ് ഇത്. അതുകൊണ്ട് അവർക്ക് എന്താ ഉണ്ടാവുക? ഫലാഹു വഹസ്ലും മിനദ് ദുനിയ അലാ ശൈ, ദുനിയാവിന്ന് മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന ഒന്നും ഇവർക്ക് കിട്ടൂല. വഅമ്മൽ ആഖിറ, പരലോകത്തെത്തിയാൽ ഫഖദ് കഫറ ബില്ലാഹിൽ അലീം, അല്ലാഹനെ നിഷേധിച്ചതുകൊണ്ട് ഫഹുവ ഫീഹാ ഫി ഗായത്തി ശിഖാഇ വൽ ഇഹാന, നിന്ദയും അപമാനവും ശിക്ഷയും മാത്രമാണ് ഇവർക്ക് നേടാൻ സാധിക്കുക. അത് ഖസാറത്തുൽ അദീമയാണ്, വമ്പിച്ച പരാജയമാണ്, വമ്പിച്ച നഷ്ടമാണ്. പടച്ചറബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ദുനിയാവ് പോയി ആഖിറം പോയി എല്ലാം തകർന്ന നഷ്ടക്കാരനായി നമ്മൾ മാറാതിരിക്കാൻ അള്ളാഹുവിന്റെ മതം മുറുകെ പിടിച്ച് അവിടുന്ന് ഖൈറുണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നല്ല ഖൈർ ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? ശക്കർ, നന്ദി കാണിച്ച് ജീവിക്കാം. ഇനി നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോണതിന്റെ ഇടയിൽ നമുക്ക് വിപത്തുകളും ഷർറ് ബാധിച്ചാലോ? ക്ഷമിച്ച, അപ്പോഴോ രണ്ടിനും കൂലിയായി, ഖൈറിനും കൂലി ഷർറിനും കൂലി. അത് ആർക്ക് മാത്രമാണ്? അജബൻ ലിഅംരിൽ മുഅ്മിനി, മുഅ്മിന്റെ കാര്യം അത്ഭുതമാണ്. ഖൈറായാലും ഷർറായാലും കൂലിയാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ഖൈർ ബാധിച്ചാലും നമ്മൾ പ്രാർത്ഥിക്കണം, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സ്വാലിഹാത്ത്, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സ്വാലിഹാത്ത്. നമുക്ക് വിഷമകരമായ എന്തെങ്കിലുമാണ് സംഭവിച്ചാൽ അപ്പോഴും പറയേണ്ടത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എന്ത്? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. രണ്ടിലും നമുക്ക് എന്താ പറയാനുള്ളത്? അൽഹംദുലില്ലാഹ്. സന്തോഷം പൂർത്തിയാകുന്ന സമയം, സന്തോഷം അനുഭവിക്കുന്ന വേളയിൽ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സ്വാലിഹാത്ത്, അല്ലാഹുവിന്റെ നിഅമത്തിന് സ്തുതി പറയാം. വിഷമകരമായ അവസ്ഥ കടന്നു പോകുമ്പോൾ അപ്പോഴും അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, എന്റെ എന്ത് അവസ്ഥ പടച്ചോനെ നീ തന്നാലും നിനക്ക് സ്തുതിയാണ്. അതുകൊണ്ട് ദീന് നന്നായിട്ട് പഠിക്കുക, ദുനിയാവിൽ നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക, പരലോകത്ത് നിന്ദ്യനായി അപമാനിതനായി വരാതിരിക്കാൻ വേണ്ടിയുള്ള ഉണർത്തലാണ് ഈ രണ്ട് ആയത്തുകൾ എന്ന് നമ്മുടെ മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടി ഓതിക്കോളൂ. ദാലിക ബിമാ ഖദ്ദമത് യദാക وأن الله ليس بظلام للعبيد ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. ഈ ആയത്തോതിപ്പോ ചിലര് യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല. ഹർഫ് നിർത്താണെങ്കിൽ ഹർഫ്, നിർത്തുന്നില്ലെങ്കിൽ ഹർഫിൻ ഫഇന്ന സബോസണ്ട്. ഒന്നുകൂടി ഒതുക്കി. വമിനൻ നാസി അലാ ഹർഫ് ഫഇന്ന സാബഹു ഖൈറുൻ തുമന്ന ബിഹി وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. നമ്മൾ ഓതിയ ഓരോ അക്ഷരങ്ങൾക്കും ആയത്തുകൾക്കും അതിൻ്റെ വമ്പിച്ച പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. ചെറുതും വലുതുമായ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്ന പലരും പല പദ്ധതികളും സ്ഥാപനങ്ങളും ഒക്കെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അവർക്കെല്ലാം ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് റിയാസ് സാഹിബിൻ്റെ വീട് താമസമാക്കാനുള്ള ആലോചനയിലാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ വീട് കുടുംബപരമായി വളരെ സന്തോഷത്തോടെ ബറക്കത്തുള്ള ജീവിതം അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.